Good morning. Good morning, ma'am. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയോ നിങ്ങള്? ക്വാളിറ്റി ഇൻഷുറൻസ് വായിച്ചു നോക്കി? ഓക്കെ, വായിച്ചു നോക്കി അല്ലെ? ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളത് വായിച്ചു നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ക്ലാസ് കേട്ടിട്ട് അത് വായിച്ചു നോക്കിയപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയോ? എന്നിട്ട് പറയാമോ നിങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ ആണ്, കുഴപ്പമില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലാസ് ഒന്ന് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തായാലും വായിക്കണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചാപ്റ്റർ പോലെയല്ല, ഈ ഒരു ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ് കേട്ട് അന്ന് തന്നെ മാക്സിമം വായിച്ച് എല്ലാ കൺസെപ്റ്റും ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല വരില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ക്വാളിറ്റി അഷുറൻസ് NABH തുടങ്ങി. എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. QA എന്താണ്, QC എന്താണ്, QI എന്താണ് അല്ലെ, പിന്നെ TQM അല്ലെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോ കുറെ കൺസെപ്റ്റുകൾ അല്ലെ, അതായത് കുറെ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത്. അതിന് ക്വാളിറ്റി അഷുറൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ISO എന്ന് പറയുന്നതും അതുപോലെ തന്നെ NABL NABH ആണ് കേട്ടോ. NABL ഓക്കെ, അത് വിത്തിൻ ഇന്ത്യക്കകത്തുള്ളതാണ്. അതിനൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ക്വാളിറ്റി അല്ലെ, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ആരാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് മുഴുവനായിട്ടില്ല, 9ാമത്തെ പോയിന്റ് വരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. കറക്റ്റ് അല്ലേ? 9ാമത്തെ പോയിന്റ് വരെ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നോക്കാം. 10th പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിലെ 10ാമത്തെ പോയിന്റ് ആണ് കേട്ടോ നമ്മൾ 9 വരെ പറഞ്ഞിരുന്നു. 10th പോയിന്റ് ഇതാണ്, സ്ട്രെങ്തൻ ആണ് കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ എന്താ കൊടുത്തേക്കുന്നത്? സ്ട്രെങ്തൻ അല്ലേ? സ്ട്രെങ്തൻ അല്ലേ കൊടുത്തേക്കുന്നത്? ഓക്കെ, അപ്പൊ നോക്കുക. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. ശ്രദ്ധിക്കണം കേട്ടോ, ക്ലാസ് അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതായത് നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ചിലതിന്റെ ഷോർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് MIS എന്ന് പറഞ്ഞാൽ? എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. MIS എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, എഴുതി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ KPI. എന്താണ് KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇവിടെ പറയാണ് MISന്റെ ഫുൾ ഫോം ഇതാണ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, KPI എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഇതാണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളെ നല്ല രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് അതിനെ കുറെ കൂടെ സ്ട്രെങ്ത് ആക്കിക്കൊണ്ട് എന്താണ് സ്വീകരിച്ചിട്ടുള്ള നടപടികളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഒന്നും മനസ്സിലായിട്ടില്ല എന്ത് ഈ പറയുന്നുള്ളത് അല്ലെ? അതായത് വേറൊന്നുമല്ല, ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന്, ആ ഒരു പ്രകടനത്തിനെ വിലയിരുത്തുന്ന ചില സൂചകങ്ങളുണ്ട്. ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. പെർഫോമൻസിനെ എന്താണ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ, സൂചകങ്ങളാണ്. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ
ഓക്കെ. അപ്പൊ നമുക്ക് ഈ KPI പ്രകാരം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കും ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. വേറൊന്നുമില്ല, അതിന്റെ പ്രകടന നിലവാരം മെഷർ ചെയ്യുന്നതിനുള്ള ഒരു കൂട്ടം സൂചകങ്ങളാണ്. ആ സൂചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ പെർഫോമൻസ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ക്വാളിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണ്. അതിനെ ട്രാക്ക് ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനും അതിനെ വിലയിരുത്താനും അത് സഹായിക്കും. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ഭാഗമാണ് വീക്കർ ആയിട്ടുള്ളത്, ലിമിറ്റേഷൻസ് ഉള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ്, ഏത് ഭാഗമാണ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഫീൽഡുകളൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നികത്താനുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള നടപടികളെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇതൊക്കെ തന്നെ അതിന്റെ ക്വാളിറ്റി അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ഘടകങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതൊക്കെ നല്ല രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ആ ലിമിറ്റേഷൻസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നികത്താൻ എന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. ഓക്കെ. ഒന്ന് റെസ്പോണ്ട് ചെയ്യണോട്ടോ ഞാൻ ചോദിക്കുമ്പോ. കാരണം എന്താന്ന് വെച്ചാൽ അറിയാലോ, ഞാൻ നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പൊ നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു തമ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും മതി. അടുത്തത് എന്താണ് പറയുന്നത്? കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. കോർഡിനേറ്റിൽ നിന്ന് എടുക്കുന്ന കോർഡിനേറ്റിംഗ് അങ്ങനെ എടുക്കുക കേട്ടോ. NGയിൽ ചേർത്ത് വായിക്കാം. കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അസസിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്തുന്ന, ഈ ക്വാളിറ്റി ഒക്കെ വിലയിരുത്തുന്ന ഒരു അതോറിറ്റി ഉണ്ട് അല്ലെ. അതിന് പവറുള്ള, പവറുള്ള അധികാരികളുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്, ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് വിലയിരുത്താനായിട്ട് അസസിംഗ് അതോറിറ്റിയാണ്. ഈ പറയുന്ന ക്വാളിറ്റി ഒക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറെ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരത്തിലുള്ള അസസിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ വിലയിരുത്തുന്ന അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അവരായിട്ട് സംയോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അസസിംഗ് അതോറിറ്റി ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ഇനി 12th പോയിന്റ് എന്താണ് പറയുന്നത്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്താണ്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിലവാരം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ അധികം ഉപയോഗിക്കുന്നത്, മാനദണ്ഡം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നിലവാരം എന്നുള്ള അർത്ഥമുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് അധികം സ്റ്റാൻഡേർഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന മാനദണ്ഡം, ക്രൈറ്റീരിയ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ വായിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ പറയുന്ന ക്വാളിറ്റി, ഗുണമേന്മ നിലനിർത്തുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സില് ജീവനക്കാർക്ക് എന്ത് ചെയ്യുക? എഡ്യൂക്കേറ്റ് ചെയ്യുക. ജീവനക്കാരെ അതിൽ അറിവുള്ളവരാക്കുക. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനായിട്ട് അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കാൻ ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇന്നതൊക്കെയാണ്, അത് ഇങ്ങനെയൊക്കെയാണെന്ന് അറിവ് ആർക്കും ഉണ്ടായിരിക്കണം, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ അവർക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ജീവനക്കാരുടെ അറിവ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ അതിൽ ഉറപ്പാക്കുക. മനസ്സിലായല്ലോ? അതാണ്
അവിടെ പറഞ്ഞ പോയിന്റ് കേട്ടോ. എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടാവല്ലോ, ഈ പറയുന്ന ക്വാളിറ്റി നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെ കുറിച്ചുള്ള അറിവ് ആർക്കുണ്ടായിരിക്കണം? ജീവനക്കാർക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഉറപ്പാക്കണം. അത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 13th പോയിന്റ് ഇതാണ്. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ കമ്മിറ്റീസ് രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒക്കെയുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ക്വാളിറ്റി മാനേജർക്കാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റി ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കും അല്ലെ. ക്വാളിറ്റി അഷ്വറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു, നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, സേഫ്റ്റി കമ്മിറ്റി ഉണ്ട്, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്. അതൊക്കെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഓരോ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ക്വാളിറ്റി മാനേജർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? 4 പോയിന്റ് ക്ലിയർ ആയോ എന്ന് പറഞ്ഞത്? ഒന്ന് വേറൊന്നുമല്ല, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പൊ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് അതിലൂടെ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഏതൊക്കെ ഫീൽഡുകളിൽ കുറവ് വന്നിട്ടുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണോ അതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതാണ് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. നമ്മൾ എടുത്ത ആക്ഷൻസ്, എന്തൊക്കെ നടപടികൾ നമ്മൾ എടുത്തു, അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ദെൻ 11 നമ്മൾ പറഞ്ഞത് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. ഈ വിലയിരുത്തുന്ന അതോറിറ്റി ഉണ്ട് ഹോസ്പിറ്റലിൽ. ഓക്കെ. ആ ഒരു അസസിംഗ് അതോറിറ്റികളുമായിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. ഓക്കെ. 12 നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്, അതായത് ഈ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെ കുറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിൽ അവരെ അറിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളതും ഉത്തരവാദിത്തമാണ്. അതുപോലെ വിവിധ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ, പ്രത്യേകിച്ച് ക്വാളിറ്റി കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിനും അത് സംഘടിപ്പിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒക്കെ ഉത്തരവാദിത്തം ആർക്കുണ്ട്? ക്വാളിറ്റി മാനേജർക്കുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നീ വായിച്ചു നോക്കാം. ശരി. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോവാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ? അപ്പൊ അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? എന്നതാണ് അവരോട് പറയുന്നത് കേട്ടോ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടന്റ്മെന്റ് and enhancing quality standards across the hospital of our country. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം എന്താണ് ഈ പറയുന്ന രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്നതിനും അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ദ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി ഈസ് നോൺ ആസ്, എന്താണ് അറിയപ്പെടുന്നത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. മനസ്സിലായോ? നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം ഈ പറയുന്ന രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും പിന്നെന്താണ് ഗുണനിലവാരമുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള ഒരു പരിചരണം അവർക്ക് ഉറപ്പുവരുത്തുന്നതിനും അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരു കാര്യത്തിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്, അത് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അല്ലെ. ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവര് കൂടുതൽ മെച്ചപ്പെടാണ്, അവിടെ അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആവാണ്.
മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, നല്ല ക്വാളിറ്റിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഹോസ്പിറ്റൽ, അതിനൊരു എന്താ പറയുക, ഒരു റീഇൻഫോഴ്സ്മെന്റ്, ഒരു എന്താ പറയുക പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സർട്ടിഫിക്കേഷൻ അവർക്ക് കൊടുക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഹോസ്പിറ്റലിലെ ആളുകൾ എന്താവാണ്, കൂടുതൽ റെസ്പോൺസിബിൾ ആവാണ്. അപ്പൊ അതിനനുസരിച്ച് അവർ നല്ല നല്ല പരിചരണം കൊടുക്കാനും നല്ല സേവനം ഉറപ്പാക്കാനും അവർ കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. കാര്യം നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കിപ്പോ ഒരു എന്താ പറയുക ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് ഭയങ്കര റെസ്പോൺസിബിൾ ആവാണ്. ആ ഒരു അവാർഡ് കിട്ടുന്നതോടുകൂടി നമ്മൾ എന്താണ് കുറേ കൂടെ റെസ്പോൺസിബിൾ ആവാണ്, അല്ലെ? കുറെ കൂടെ താഴെ പോകരുത് ഒരിക്കലും. പിന്നീട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളായിരിക്കണം പിന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പൊ ഒന്ന് വായിച്ച എളുപ്പം കിട്ടും നിങ്ങൾക്ക്. അതായത് നമ്മുടെ ആശുപത്രിയിലുടനീളം രോഗികളുടെ എന്താ പറയുക സംതൃപ്തി മെച്ചപ്പെടുത്താനും അതുപോലെ ആരോഗ്യ സംരക്ഷണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ, അതിലൊരു സൂത്രപ്പണിയാണ് അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ കുറെ കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറും. അതിനനുസരിച്ച് പേഷ്യൻസിന് നല്ല സേവനം അവർക്ക് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നിങ്ങൾ പഠിക്കുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു, നിങ്ങൾ എക്സാം എഴുതുന്നു, നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ തരികയാണ്. നിങ്ങൾ എന്താണ് കൂടുതൽ റെസ്പോൺസിബിൾ ആവാണ്, അല്ലെ? കുറെ കൂടെ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്ട് കിട്ടുന്നു, നിങ്ങൾ കുറെ കൂടെ റെസ്പോൺസിബിൾ ആവുന്നു, അതിന് മുകളിലേക്ക് മെച്ചപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കും, അല്ലെ? അതല്ലേ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കാര്യം അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. കറക്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളൊരു ഇതായിട്ടാണ് അവിടെ കിടക്കുന്നത്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണുള്ളത് കേട്ടോ. ഇനി നോക്കി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓർഗനൈസേഷൻ, ഒരു ഘടനയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് വരാനില്ല. ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാണ്? ഏറ്റവും ടോപ്പിൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. ടോപ്പ് മാനേജ്മെന്റ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണ് ആരൊക്കെയൊന്ന് സിഇഒ കേട്ടോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ്, അല്ലെ? അതായത് ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് സിഇഒ. ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ദാറ്റ് മീൻസ് മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട് അതിന്റെ ഭാഗമാണ്. ഇനി നോക്കിയേ, അവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആളാരാണ്? ക്വാളിറ്റി മാനേജർ. അയാളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞേ. നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, കോർഡിനേറ്റിംഗ് അസസിങ് അതോറിറ്റിനെ നമ്മൾ പറഞ്ഞില്ലേ. അസസിങ് അതോറിറ്റിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇയാളാണ് ഈ പറയുന്ന ആളുകളെ എല്ലാം തന്നെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി. അതിൽ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആര് വരുന്നുണ്ട്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. സ്ക്രീനിൽ ഫുൾ ഇല്ലല്ലോ, നിങ്ങളുടെ നോട്ടിനകത്തില്ലേ? നിങ്ങളുടെ അത് നോട്ട് ചെയ്യാട്ടോ. സ്ക്രീനിനകത്ത് ഫുള്ള് വന്നിട്ടില്ല, അവിടെ വരെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നോട്ട് ചെയ്യാട്ടോ. നിങ്ങളുടെ നോട്ടിൽ നോക്കിയാൽ മതി. അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ ഉണ്ട്. ഈ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് രണ്ട് വിഭാഗക്കാരാണ്. എന്തൊക്കെയാണ്? ഒന്ന് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, അതിന്റെ താഴെ പോയിട്ടുണ്ട്, നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവും. നോക്കാം, ക്വാളിറ്റി കോർഡിനേറ്റർ, പിന്നെ എന്താണ്? ക്വാളിറ്റി അസിസ്റ്റന്റ് കേട്ടോ. ആരുടെ കീഴിലാണ്? ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് എച്ച്ഒഡികളൊക്കെ ഉണ്ടാവുമല്ലോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉണ്ടായിരിക്കും, മറ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന ഹെഡുകളൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. ഇതിന്റെ ഭാഗമാണ് നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത്, ടോപ്പ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവരുടെ കീഴിൽ സിഇഒ വരുന്നുണ്ട്, മെഡിക്കൽ സൂപ്രണ്ട് ഒക്കെ വരുന്നുണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്. അവരുടെ അണ്ടറിലായിട്ട് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്സ്, ക്വാളിറ്റി കോർഡിനേറ്റേഴ്സ്, ക്വാളിറ്റി അസിസ്റ്റന്റ്സ്, പിന്നെ ഈ പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ റെപ്രസെന്റേറ്റീവ്സ്. ഇതാണ് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് വായിക്കാം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്?
ക്ലിയർ അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് അക്രഡിറ്റേഷൻ. എന്താണ് അക്രഡിറ്റേഷൻ? നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് അംഗീകാരം. എന്താണ് അക്രഡിറ്റേഷൻ എന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് അക്രഡിറ്റേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അത് ഓരോരുത്തർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. പേഷ്യൻസിന് കിട്ടുന്ന പ്രയോജനം എന്താണ്, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുന്ന പ്രയോജനം എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം അക്രഡിറ്റേഷൻ എന്താണ്. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ, അല്ലെ? ഒരു പൊതു അംഗീകാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അംഗീകാരം, അല്ലെ? പൊതു അംഗീകാരമാണ്, അതായത് പബ്ലിക്കിൽ നിന്നുള്ള, പുറത്തു നിന്നുള്ള അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടത്, അല്ലെ? നമ്മുടെ കഴിവ് ആരാണ് അംഗീകരിക്കപ്പെടുന്നത്? പുറമെയുള്ള ആളുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു ദ പബ്ലിക് റെക്കഗ്നിഷൻ. പൊതു അംഗീകാരത്തിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ an independent external evaluation of that organization's level of performance in connection with the standard. ഞാൻ പറഞ്ഞു, സ്റ്റാൻഡേർഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിലവാരം എന്നുള്ള അർത്ഥത്തിലല്ല, മാനദണ്ഡം, ക്രൈറ്റീരിയ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിനകത്ത് അധികം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, എന്താണ് പറയുന്നത്? നമുക്കറിയാം, ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു പ്രകടന നിലവാരം മെഷർ ചെയ്യുന്നത്, അല്ലെ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷൻ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹോസ്പിറ്റലാണ് പറയുന്നത്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരത്തിലെ എന്താണ് ബാഹ്യമായിട്ട് വിലയിരുത്താണ്, അല്ലെ? ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അവിടെ ഉള്ള ആളുകളല്ല അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, പിന്നെന്താണ് ബാഹ്യമായിട്ട് വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ പബ്ലിക്, പുറത്തു നിന്നുള്ള ആളുകളാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ആ ഒരു പെർഫോമൻസിന്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരത്തിനെ നമ്മൾ ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെയാണ് എന്ത് കൊടുക്കുന്നത്, ഒരു അക്രഡിറ്റേഷൻ നമ്മൾ സമ്മാനിക്കുന്നത്, അല്ലെ? ഒരു അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് അവിടെ പറയുന്നത്. ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ an independent external evaluation, അല്ലെ? ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലാണ്, അകത്തുനിന്നുള്ള ആളുകളുടെ വിലയിരുത്തലും അവരുടെ സർട്ടിഫിക്കേഷനും അല്ല നമുക്ക് വേണ്ടത്, പബ്ലിക്കിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ആവശ്യം. of that organization level of performance in connection with the standard. Okay, ഇനി എന്താണ്? അക്രഡിറ്റേഷൻ ഇസ് നോൺ കമ്പൽസറി. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധം എന്നുള്ള കാര്യമല്ല, നോൺ കമ്പൽസറി ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, വലിയ വലിയ ഹോസ്പിറ്റലുകൾക്ക് ഒക്കെ അക്രഡിറ്റേഷൻ സാധിക്കും. അതേസമയം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, റൂറൽ ഏരിയയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ, മനസ്സിലായത്? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഒക്കെ പറഞ്ഞപ്പോ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ്, ലാർജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? അപ്പൊ ഈ പറയുന്ന റൂറൽ ഏരിയാസിലുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ അവർക്ക് വേണ്ടത്ര റിസോഴ്സസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനും പറ്റില്ല, അല്ലെ? അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങൾ അനുസരിക്കണം. അതിന്റെ ഭാഗത്തിലുള്ള റിസോഴ്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കാരണമാവാം. അതുപോലെ ചിലപ്പോൾ ചില അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഭയങ്കര കോസ്റ്റ്, അല്ലെ, ഭയങ്കര ചെലവ് വേണ്ടി വന്നേക്കാം. അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട് പല ചെലവുകൾ വേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ മാത്രമല്ല, അക്രഡിറ്റേഷൻ ഇല്ലെങ്കിലും മറ്റേതെങ്കിലും ആൾട്ടർനേറ്റ് രീതിയിൽ എന്താ പറയുക സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുക, അല്ലെ? ഈ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ കുറെ നിലവാരങ്ങളൊക്കെ അനുസരിക്കും, കുറെ മാനദണ്ഡങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അക്രഡിറ്റേഷൻ എന്താണ്? നോൺ കമ്പൾസറി ആണ്. നമുക്ക് നിർബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലായിക്കഴിഞ്ഞാലും അക്രഡിറ്റേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. അതൊരു കമ്പൾസറി അല്ല കേട്ടോ, നോൺ കമ്പൾസറി ആണ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ് ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത്
തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് അക്രഡിറ്റേഷൻ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അതിന് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. അതിങ്ങനെ ചെയ്ത് നിരന്തരമായിട്ട് പ്രയത്നിച്ച് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ നടത്തി അങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? അക്രഡിറ്റേഷന്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ പറഞ്ഞത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പബ്ലിക് റെക്കഗ്നേഷൻ ആണ്. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ആ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്. പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ കമ്പൽസറി ആണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അക്രഡിറ്റേഷൻ പ്രത്യേകതയാണ് കേട്ടോ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? പെട്ടെന്ന് പറ, മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്ത എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജനങ്ങളാണ്? അത് ഓരോരുത്തരുടെയും നമ്മൾ പഠിക്കുന്നത്. പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനമുണ്ട്, ആ ഹോസ്പിറ്റലിന് എന്തൊക്കെ പ്രയോജനമുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Benefits of accreditation. First one, benefits for patients. രോഗികൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കിയ ഒരു പോയിന്റ് ആണത്. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? പേഷ്യൻസ് തന്നെയാണ് കേട്ടോ. പേഷ്യൻസ് അഥവാ കസ്റ്റമേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അതായത് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുന്നത് ആ ഹോസ്പിറ്റലിലോ മറ്റ് സ്റ്റാഫുകൾക്കോ അല്ല. അവർക്ക് കിട്ടുന്നില്ല എന്നല്ല, അവർക്ക് കിട്ടുന്നുണ്ട്. അവരെക്കാൾ എല്ലാവർക്കും ഉപരി ഏറ്റവും ബെനിഫിഷ്യറി കിട്ടുന്നത് ആർക്ക് തന്നെയാണ്? പേഷ്യൻസിനാണ് കേട്ടോ, രോഗികൾക്കാണ്. നോക്കിയേ, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. കാര്യം എന്താണ്? ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് രോഗികളുടെ സുരക്ഷിതത്വം, ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഒക്കെ ഉറപ്പാക്കുന്നു അല്ലെ. അവർക്ക് നല്ലൊരു സേഫ്റ്റി, അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഒക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ കാരണമാകുന്നു അല്ലെ. ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ, ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ കുറെ കൂടി റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കും. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണമൊക്കെ ആർക്ക് കിട്ടുന്നത്? പേഷ്യൻസിനാണ് കിട്ടുന്നത് അല്ലെ. ഇത് തന്നെയാണ് ഈ മാറ്റി മറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധികം എന്താണെന്ന് അറിയാമോ? അധികം വലിയ പോയിന്റ് ഒന്നുമല്ല, ഒറ്റ കൺസെപ്റ്റ് പറയുന്നുള്ളൂ. അത് തന്നെ പല രീതികളിൽ പറയുന്നു മാത്രം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് by the credentialed medical staff. നമുക്കെന്നെ ചിന്തിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്, അതായത് ഈ പറയുന്ന അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റലില് രോഗികൾക്ക് സേവനം നൽകുന്നത് ആരായിരിക്കും? വളരെ രോഗികൾക്ക് സേവനം കൊടുക്കുന്നത് യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ. വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, വിദഗ്ധരായിട്ടുള്ള, ക്രെഡൻഷ്യൽഡ് മീൻസ് യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവർക്ക് സേവനം കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഒരു അംഗീകാരമുള്ള ഹോസ്പിറ്റലിൽ പോകുന്ന രോഗികൾക്ക് അവർക്ക് എന്താണ്? അവരുടെ അവകാശങ്ങൾ എപ്പോഴും എന്ത് ചെയ്യപ്പെടും? പ്രൊട്ടക്ട് ചെയ്യപ്പെടും അല്ലെ. അവരുടെ അവകാശങ്ങൾ അവിടെ കൂടുതൽ ബഹുമാനിക്കപ്പെടും, അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ, നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ പേഷ്യൻസിന് നല്ല സേഫ്റ്റി ആയിരിക്കും. അവരുടെ സ്വകാര്യതയെ മാനിക്കും, അവരുടെ അവകാശങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. ഇത് മാത്രമല്ല, ഈ പറയുന്ന പേഷ്യന്റിന്റെ സംതൃപ്തി പലപ്പോഴായിട്ട് അവിടെ വിലയിരുത്തപ്പെടും. അങ്ങനെ വിലയിരുത്തിയിട്ട് ഇംപ്രൂവ് ചെയ്താണ് അവരവിടെ സേവനങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായോ? പേഷ്യൻസിന് ഏറ്റവും മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. പേഷ്യന്റ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണവും അവരുടെ സേഫ്റ്റിയും ഉറപ്പാക്കുന്നു, അതിന് കാരണമാകുന്നു. അത് മാത്രമല്ല, അത്തരം ഹോസ്പിറ്റലുകളില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നത് ഏറ്റവും യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പേഷ്യൻസിന് എന്താണ്? അവരെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവരെ കൂടുതൽ ബഹുമാനിക്കപ്പെടും, അവരുടെ അവകാശങ്ങൾ കൂടുതൽ എന്ത് ചെയ്യപ്പെടും? അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അത് മാത്രമല്ല, പേഷ്യന്റിന്റെ സംതൃപ്തി പലപ്പോഴായിട്ട് അവിടെ വിലയിരുത്തുകയും ചെയ്യും.
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും ഗുണം ആർക്കാണ് കിട്ടുന്നത്? പേഷ്യൻസിനാണ് കിട്ടുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായെന്ന് പറഞ്ഞത്. ഇനി അടുത്തതാണ് എന്ത്? ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷൻ എന്താണ്? ഹോസ്പിറ്റൽ അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ആ ഒരു ഹോസ്പിറ്റലിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇതൊക്കെ ഒരേ പോയിന്റ് ആണ് കേട്ടോ, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, പല സെന്റൻസിൽ പല രീതിയിൽ പറയുന്നു മാത്രം കേട്ടോ. ഈ പോയിന്റ്സ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒന്നാമത്തെ ഇതേ ഉള്ളൂ. അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ invigorates continuous improvement. ഇതാണ് accreditation to a healthcare organization, that means hospital invigorates the continuous improvement. Invigorate എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉത്തേജിപ്പിക്കുക, ഉന്മേഷം കൊടുക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻവിഗോറേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ വൊക്കാബുലറി ഗൈഡിലേക്ക് നോട്ട് ചെയ്ത് വെച്ചോ. പുതിയ വാക്കല്ല, എനിക്ക് പുതിയതാണ്. എന്താണ് ഇൻവിഗോറേറ്റ്സ് കേട്ടാ? ഉന്മേഷം കൊടുക്കുക അല്ലെങ്കിൽ എന്താ ഉത്തേജിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടാ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന് കൊടുക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത് അവരെ തുടർച്ചയായിട്ട് മെച്ചപ്പെടുന്നതിന് ഉത്തേജിപ്പിക്കുന്നു. പക്ഷെ അവര് തുടർച്ചയായിട്ട് പിന്നെ അവിടെ നമ്മളുടെ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്പോൺസിബിൾ ആയി തീർച്ചയായിട്ടും പിന്നീട് അവര് താഴേക്ക് പോവില്ല, കൂടുതൽ മെച്ചപ്പെടാനുള്ള മാർഗങ്ങൾ അവര് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവര് മെച്ചപ്പെടുന്നത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് അത് കാരണമാകുന്നു. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തത്? ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് ദ കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees the best clinical outcomes. ആദ്യം പറഞ്ഞ പോയിന്റ് ഇല്ലേ, അത് തന്നെ വേറെ രീതിയിൽ പറഞ്ഞത് മാത്രം കേട്ടോ. അത് വന്നിട്ട് നമ്മളൊരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രോഗികളുടെ ഒരു സേഫ്റ്റി അല്ലെ, അവരുടെ സുരക്ഷിതത്വം, അവർക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു കെയർ കൊടുക്കാനൊക്കെ ആയിട്ട് ഇവർ കൂടുതൽ പ്രതിജ്ഞാബദ്ധരാണ്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ കൂടുതൽ എന്താണ്? പ്രതിജ്ഞാബദ്ധരാവുകയാണ്. കാര്യം എന്താ വെച്ചാൽ ആ പേഷ്യന്റിന് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണം, അവരുടെ സേഫ്റ്റി ഉറപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ അവർ കൂടുതൽ കമ്മിറ്റഡ് ആവാണ്. കൂടുതൽ കമ്മിറ്റഡ് ആവുമ്പോൾ എന്താണ്? thereby guarantees the best clinical outcomes. അതുവഴിയായിട്ട് നല്ലൊരു ക്ലിനിക്കൽ എന്താ പറയാ സർവീസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റും. ഇത് തന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? വല്ല വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല, സെയിം ആണ്. പിന്നെ വേറെ വാരി വലിച്ച് എഴുതിയിട്ടാണെന്ന് മാത്രം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് റേസസ് ദ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് in the services given by the healthcare organization as services provided by the credentialed medical staff. ഒന്നുകൂടെ വായിക്കാം. It raises community confidence in the services given by the healthcare organization as the services provided by the credentialed medical staff. അതായത് വളരെ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് സേവനം നൽകുന്നത് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് എന്താണ്? പബ്ലിക്കില് ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്കകത്ത്, സമൂഹത്തിനകത്ത് വലിയൊരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്നത്. എന്താ പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ, ഇപ്പൊ അംഗീകാരം കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ എല്ലാം വളരെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റും മറ്റും തരുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ സേവനങ്ങളില് സമൂഹത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ഇല്ല, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് നല്ല എന്താ പറയാ മെഡിക്കൽ ആളുകളുള്ള സ്ഥലത്താണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ, അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനാണ് നമുക്ക് കോൺഫിഡൻസ് ഉള്ളൂ. അതേസമയം ഒരു മോശം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അത്ര യോഗ്യത ഇല്ലാത്ത ആളുകൾ അത് പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നുന്ന ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുമോ? ഇല്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫുകള് സേവനം നൽകുന്നു എന്ന നിലയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് സ്വീകരിക്കുന്നതിൽ സമൂഹത്തിന് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് കേട്ടോ. ഇറ്റ് റേസസ് ദ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒന്നും പറയട്ടെ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ ആസ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ്. അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു അംഗീകാരം കൊണ്ട് അവർക്ക് കിട്ടുന്നത്. അംഗീകാരം കിട്ടുന്നതോടുകൂടി അവർ കുറെ കൂടെ ഇംപ്രൂവ് ആവാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? an accreditation status
ആൾസോ പ്രൊവൈഡ്സ് എ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ഇൻ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ. അതൊരു ഡിഫറെന്റ് പോയിന്റ് ആണ് കേട്ടോ. അതൊരു ഡിഫറെന്റ് പോയിന്റ് ആണ്. അതായത് എൻ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ആൾസോ പ്രൊവൈഡ്സ് എ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ഇൻ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ. അതായത് നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തൊട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് അല്ലെ നമ്മുടെ നാട്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്താൽ മതി. അപ്പൊ ഈ പറയുന്ന മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു എന്താ പറയാ പരിചരണ രംഗത്ത് ഈ പറയുന്ന അക്രഡിറ്റേഷൻ ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു കൂടുതൽ എന്താണ് പരസ്യം ചെയ്യുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ആണ് ഈ പറയുന്ന ഇത് അംഗീകാരം എന്ന് പറയുന്നത്. നമ്മള് ഒരുപാട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അംഗീകാരമുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ക്രെഡിബിലിറ്റി ഉണ്ട് അല്ലെ. അത് വളരെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ് അത് കിട്ടുന്നത്. അത് കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് അല്ലെ. കൂടുതൽ പരസ്യപ്പെടുത്തുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഏത് സ്ഥാനത്ത് കോളേജ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യം എഴുതും. കോളേജ് ആണെങ്കിൽ നാക് അക്രഡിറ്റേഷൻ A+, അല്ലെങ്കിൽ നാക് അക്രഡിറ്റേഷൻ A ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതാണ് അവർ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് എഴുതി കാണിക്കുക. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അല്ലെ. കാര്യം അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് നിലവാരമുള്ളൊരു സ്ഥാപനമാണെന്നുള്ളൊരു ഇമേജ് നമ്മളിൽ ഉണ്ടാവുകയാണ്. അതാണ് ആ പറയുന്നത് കേട്ടോ. ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് എപ്പോഴും ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള പരിചരണ രംഗത്ത്. ഓക്കെ, ഹോസ്പിറ്റലുകളിൽ ക്ലിയർ ആയി പറഞ്ഞു. അടുത്തതാണ് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിച്ചോട്ടാ നിങ്ങള്. ഓക്കെ, ഇനി മടി വിചാരിക്കേണ്ട, അപ്പൊ തന്നെ ചോദിക്കാം. ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മിസ് ചെയ്യാൻ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ എഫർട്ട് വരെയാണ്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലായി ചോദിക്കാം. അടുത്ത എന്താണ്? The HCO standards having been certified by ISQUA. ISQUA തന്നെയാണ് കേട്ടോ. ISQUA provides an international recognition which will also help to encourage medical tourism. ഇവിടെ വായിക്കാം. The HCO standards having been certified by ISQUA provides an international recognition which will also help to encourage the medical tourism. എന്താണ് പറയുന്നത്? HCO എന്താണ്? HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ട്ടോ. അതാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പറഞ്ഞ the HCO standards certified by ISQUA. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ISQUA എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ് എഴുതിക്കോ. ഇന്റർനാഷണൽ Society for Quality in Healthcare. എന്നോട് പറയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. കിട്ടിയാ? ISQUA കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി, സൊസൈറ്റി ആണ് കേട്ടോ. സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, HCO. കിട്ടിയാ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. മനസ്സിലായില്ലേ? അത് ഈ ISO പോലെ തന്നെയാണ് കേട്ടോ. ഗ്ലോബലി ഈ പറയുന്ന എന്താ പറയാ ക്വാളിറ്റി ഒക്കെ നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഒരു ഓർഗനൈസേഷൻ ആണ്. ഗ്ലോബലി ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന, ഇന്റർനാഷണൽ വേൾഡ് വൈഡ് എന്ന് പറയാം നമുക്ക്. വേൾഡ് വൈഡ് കേട്ടോ. വേൾഡ് വൈഡ് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISQUA. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും വരിച്ച് പറയണ്ട. ISO ആയിക്കോട്ടെ, NABH ആയിക്കോട്ടെ, ISQUA ആയിക്കോട്ടെ, ഇനി എന്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അൾട്ടിമേറ്റ് ഗോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ആണ് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉദ്ദേശിക്കുന്നത്. അവരുടെ എല്ലാവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ക്വാളിറ്റി കെയറും പിന്നെ ഈ പറയുന്ന പേഷ്യന്റ് സേഫ്റ്റി. പിന്നെ എന്താണ്, ചിലത് ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്നു, ചിലത് ഗ്ലോബലി പ്രവർത്തിക്കുന്നു, ചിലത് അങ്ങനെ വേൾഡ് വൈഡ് ഇന്റർനാഷണലി പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ISQUA എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ ഇവിടെ പറയുന്നത് HCO സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മുടെ ISQUA സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള HCO സ്റ്റാൻഡേർഡ്സുകൾ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ അല്ലല്ലോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സുകൾ എപ്പോഴും എന്താണ്, ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുകയാണ്. വിച്ച് വിൽ ആൾസോ ഹെൽപ്പ് ടു എൻകറേജ് ദ മെഡിക്കൽ ടൂറിസം.
അത് വന്നിട്ട് മെഡിക്കൽ ടൂറിസത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ISQUA എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ ക്വാളിറ്റി ഒക്കെ അഷ്വർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ISQUA എന്ന് പറയുന്നത്. ആ ഒരു ISQUA സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സിന് മാനദണ്ഡങ്ങള് അത് എപ്പോഴും ഹോസ്പിറ്റലുകൾക്ക് ഒരു ആഗോള അംഗീകാരം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ആഗോള ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കേട്ടോ, ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൊടുക്കുകയും ആ ഒരു അന്താരാഷ്ട്ര അംഗീകാരം അവരെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പൊ ഒന്ന് നോക്കിയപ്പോ നമ്മൾ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളില് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിലൊക്കെ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഭയങ്കര ചെലവാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. ചെലവ് മാത്രമല്ല, വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല. അതേസമയം നമ്മുടെ നാട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ്സുകളൊക്കെ കിട്ടുന്ന എന്താ പറയാ ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ പല ഫോറിനേഴ്സും ചിലപ്പോൾ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഇവിടേക്ക് വരാറുണ്ട്. ഫോറിനേഴ്സ് ഇങ്ങോട്ട് വരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അതാണ് വ്യത്യാസം കേട്ടോ. മെഡിക്കൽ ടൂറിസം ആണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആള് ട്രീറ്റ്മെന്റിന് എവിടേക്കാ പോവാറ്? അമേരിക്കയിലുണ്ടല്ലേ പോകുന്നത്. അത് വേറെ ഇവിടെ മോശമായതുകൊണ്ടല്ല, പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് അവരോട് പോകുന്നത്. ഇതൊക്കെ ഒരു മെഡിക്കൽ ടൂറിസം ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പൊ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പൊ രാജഗിരിയിലൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഇഷ്ടം പോലെ ഫോറിനേഴ്സ്. അതൊക്കെ ഒരു തരം മെഡിക്കൽ ടൂറിസം ആണ് കേട്ടോ. മെഡിക്കൽ ടൂറിസത്തിന് അത് പ്രൊമോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഫോറിനേഴ്സ് ഇങ്ങോട്ട് വരുന്നത്? കാര്യം ആ ഒരു ഹോസ്പിറ്റലിന് ആഗോള അംഗീകാരം ഉണ്ട്. ആ ഒരു ആഗോള അംഗീകാരം അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ട്രീറ്റ്മെന്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് അവർ ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അവര് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ മനസ്സിലായാലും പ്രത്യേകിച്ച് ആരെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്? ISQUA പോലെ വേൾഡ് വൈഡ് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അംഗീകാരമാണ്. അത്തരം അംഗീകാരം എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ആണ് ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. അത് കൂടുതൽ മെഡിക്കൽ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെന്താണ് ലാസ്റ്റ് ഫൈനൽ? അതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ആദ്യത്തെ 4 എന്നൊക്കെ പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ലാസ്റ്റത്തെ 3 ഉണ്ടല്ലോ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പിന്നെ അപ്പൊ ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്? അതൊരു ഡിഫറെന്റ് പോയിന്റ് ആണ് കേട്ടോ. ഇൻ ദ എൻഡ്, accreditation provides an objective system of empanelment by the insurance and other third parties. ഇവിടെ വായിക്കാം. In the end, accreditation provides an objective system of empanelment by the insurance and other third parties. അതായത് നമുക്കറിയാം, ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ അവര് എന്താ പറയാ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന് മെഡിസെപ്പ് കൊടുക്കുന്നുണ്ട്. മെഡിസെപ്പ് അത് വന്നിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് ജീവനക്കാർ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും നിലവിൽ ജോലിക്കാർക്ക് അവരുടെ ആശ്രിതർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഫ്രീ ആയിട്ടുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അവര് ലിസ്റ്റ് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകൾ ഉണ്ട്. ലിസ്റ്റ് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. അതിലൊക്കെ ഗവൺമെന്റ് മാത്രമല്ല, നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളൊക്കെ ആ ഒരു ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഡിസെപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും. അവർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികള്, ഗവൺമെന്റ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. അതിൽ എലിജിബിൾ ആവാനായിട്ട്, അതിൽ യോഗ്യത നേടാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ ലിസ്റ്റിൽ അവർ എലിജിബിൾ ആവും. ഓക്കെ, എലിജിബിൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഇൻഷുറൻസ് കമ്പനികളും ഗവൺമെന്റിന്റെ ആ ഒരു എലിജിബിൾ ലിസ്റ്റിൽ അവർ വരും. ഓക്കെ, എലിജിബിൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിൽ ഇവരും വരും ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ. ക്ലിയർ ആയോ? അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ആർക്ക് കിട്ടുന്നത്? ഒരു ഹോസ്പിറ്റലിന്, ഒരു ഓർഗനൈസേഷൻ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് അതൊക്കെയാണ്. മനസ്സിലായോ പറഞ്ഞത്? ആദ്യത്തെ 4 പോയിന്റ് ഏകദേശം സിമിലർ ആണ് കേട്ടോ. വേറൊന്നുമില്ല. അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റി, അവർക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണം ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകുന്നു. ഈ പറയുന്ന അഡ്വാൻറ്റേജ്, ഓർഗനൈസേഷന് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അപ്പൊ അവർ നിരന്തരം എന്താണ് മെച്ചപ്പെടുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ശ്രമങ്ങളുടെ ഫലം മുഴുവൻ ആർക്ക് കിട്ടും? പേഷ്യൻസിന് കിട്ടും. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നല്ലൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അവർക്കൊരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ടൂളാണ് ഈ അക്രഡിറ്റേഷൻ എന്നത്. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് അവർക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ മാത്രമല്ല ISQA സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള HCO സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അംഗീകാരം കൊടുക്കുകയും അത് മെഡിക്കൽ ടൂറിസത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ലിസ്റ്റിനകത്ത് എലിജിബിൾ ആകാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ സഹായിക്കും. മനസ്സിലായ പറഞ്ഞത്? ഓക്കെ, പിന്നെ നിങ്ങൾ വായിച്ചു വെക്കാൻ കേട്ടോ. ഇനി അടുത്തതാണ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് കേട്ടോ. ഇനി അവിടുത്തെ ചിലപ്പോൾ നമ്മൾ പേഷ്യൻസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് മനസ്സിലാക്കി, ഓർഗനൈസേഷന് കിട്ടുന്ന ബെനിഫിറ്റ്സ് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവനക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കാണാനായിട്ടുള്ളത്. ഇതെല്ലാം ഒരേ കാര്യമാണ് കേട്ടോ. ഒറ്റ പോയിന്റ്, 3 പോയിന്റ്, ഒറ്റ കാര്യമേ ഉള്ളൂ. 3 ഇതിലായിട്ട് കൊടുത്തേക്കുന്നത് മാത്രമേ കേട്ടോ. നോക്കാം. The staff in an accredited hospital is content allowed since it provides for continuous learning, good working environment and leadership. സ്റ്റാഫുകളെ എങ്ങനെയാണ് അത് സഹായിക്കുന്നത്? സ്റ്റാഫുകളെ അതായത് ഈ പറയുന്ന സ്റ്റാഫുകളുടെ സംതൃപ്തി ഉറപ്പാക്കുന്നു അല്ലെ. അതായത് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്, ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാഫുകൾക്ക് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടുതൽ മെച്ചപ്പെടാനായിട്ട്, അവരെ സ്വയം പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ അത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ലേണിംഗ്, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് അല്ലെ, നല്ലൊരു നേതൃത്വം നേതൃത്വം വഹിക്കാനായിട്ട്, അതായത് അവരെ സ്വയം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യം എന്ത് കൊടുക്കുന്നുണ്ട്? ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കിട്ടും. അതുപോലെ അവർക്ക് കണ്ടിന്യൂസ് ലേണിംഗ് സാധ്യമാവും അല്ലെ. അവർക്ക് സ്വയം നന്നായി മെച്ചപ്പെടാനുള്ള ഒരു അവസരം അവർക്ക് അതിലൂടെ കിട്ടും. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവരുടെ വർദ്ധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അതാണ് സ്റ്റാഫിന് കിട്ടുന്ന ബെനിഫിറ്റ്. പിന്നെ എന്താണ്? കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ആൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ്. ഇത് തന്നെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഈ പറയുന്ന സ്റ്റാഫുകളുടെ സ്കില്ല് അല്ലെ, അവരുടെ കഴിവ്, അവരുടെ കാര്യക്ഷമത, കേപ്പബിലിറ്റീസ് അതെല്ലാം തന്നെ വർദ്ധിക്കും അല്ലെ. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് അതെല്ലാം തന്നെ വർദ്ധിക്കും അല്ലെ. അവരുടെ ആ ഒരു സ്കില്ലും അവരുടെ കഴിവും ഒക്കെ നല്ല രീതിയിൽ ഉയർത്താനായിട്ട് അത് സഹായിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് എൻഹാൻസസ് ദ കോംപ്രിഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include medical and paramedical staff. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെ കുറച്ച് നീട്ടി പറഞ്ഞത് മാത്രം. അതായത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അങ്ങനെയുള്ള ജീവനക്കാരുണ്ടല്ലോ, തുടങ്ങിയ എല്ലാ ജീവനക്കാരുടെയും പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ നോളജ്, അവരുടെ അറിവ്, അവരുടെ സ്കില്ല് അത് സമഗ്രമായിട്ടുള്ള രീതിയിൽ, ചിട്ടയായിട്ടുള്ള രീതിയിൽ വികസിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് എൻഹാൻസസ് ദ കോംപ്രിഹെൻസീവ്, വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന മെഡിക്കൽ, പാരാമെഡിക്കൽ തുടങ്ങി എല്ലാ ജീവനക്കാരുടെയും പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ അറിവ്, അവരുടെ സ്കില്ലൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഉയർത്തുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ അവരെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് അക്രഡിറ്റേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, സ്റ്റാഫിന് ഏതൊക്കെ രീതിയിൽ പ്രയോജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇതിനെല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. എല്ലാവരുടെ ലക്ഷ്യം എന്ത് തന്നെയാണ്? ഇതാണ് ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും കേട്ടോ. ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? നെക്സ്റ്റ് വരുന്നതാണ് അക്രഡിറ്റേഷൻ ബോഡീസ് കേട്ടോ. എന്തൊക്കെയാണ് അക്രഡിറ്റേഷൻ ബോഡീസ്? അക്രഡിറ്റേഷൻ ബോഡീസ് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NAB ആണ് കേട്ടോ. NABH. NABHന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. അത് നമ്മൾ പഠിച്ചതാണല്ലോ. NABH ആണ് ഒരു അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറയുന്നത്. രണ്ടാമത്തത് NABL ആണ് കേട്ടോ. NABL ആണ് നമ്മൾ ലബോറട്ടറിക്കകത്ത് പഠിച്ചത് കേട്ടോ. അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ
ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്, അതാണ് NABL എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഓക്കെ സുഷ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്, അതാണ് NABL. അടുത്തതാണ് ACHSI കേട്ടോ. ഇതാണ് ACHSI. ഇതുപോലുള്ള ഈ പറയുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഓരോ സ്ഥാപനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ACHSI എന്താണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന വേൾഡ് വൈഡ് എന്താ പറയാ ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്രഡിറ്റിംഗ് ഏജൻസിയാണ് കേട്ടോ. വേൾഡ് വൈഡ് ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്രഡിറ്റിംഗ് ഏജൻസിയാണ് ACHSI എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരുടെയും ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ, ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി ആണ് കേട്ടോ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അടുത്തതാണ് JCI. JCIയുടെ എന്താണ് ഫുൾ ഫോം? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, എന്താണ് അതിനെ കുറിച്ച് കുറച്ചധികം പറയുന്നുണ്ട്. ഒന്നുമില്ല, JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ ആണ്. അത് വന്നിട്ട് ഈ പറയുന്ന എന്താ പറയാ ഹെൽത്ത് കെയർ കമ്പനീസുകള്, ഹെൽത്ത് കെയർ സേവനങ്ങള്, മറ്റ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കേട്ടോ JCI എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആണ്. ഇതെല്ലാം തന്നെ അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. NABH ആണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് NA എന്ന് പറയുന്നത് നാഷണൽ ആണ് കേട്ടോ. നാഷണൽ ആണ്, വിത്തിൻ ഇന്ത്യക്കകത്തുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റലിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണ് NABH. അതുപോലെ തന്നെയാണ് NABL. അത് വന്നിട്ട് ലാബുകൾക്ക് കേട്ടോ, ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് NABL എന്ന് പറയുന്നത്. അതുപോലെ ACHSI എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അത് ഗ്ലോബലി പ്രവർത്തിക്കുന്നതാണ് കേട്ടോ, വേൾഡ് വൈഡ് പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റിംഗ് ഏജൻസിയാണ്. അതുപോലെ തന്നെയാണ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അത് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ സർവീസുകള്, മറ്റ് ഓർഗനൈസേഷൻസ്, പ്രോഗ്രാമുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് JCI എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. അതിന് കുറച്ച് പോയിന്റ്സ് കിടപ്പുണ്ട് കേട്ടോ. JCI എന്ന് പറഞ്ഞാല് it works to enhance patient safety and quality of health care in the international community by promising education, publications, advisory services and international accreditation and certification. എന്താണ് പറയുന്നത്? അതായത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങള്, മറ്റ് അഡ്വൈസറി സർവീസസ് കേട്ടോ, ഉപദേശക സേവനങ്ങള്, പിന്നെന്താണ് അന്താരാഷ്ട്ര അംഗീകാരം, സർട്ടിഫിക്കേഷൻ, ഇവയെല്ലാം തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി കെയർ ഒക്കെ ഉറപ്പുവരുത്തുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് JCI. ഓക്കെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. JCI എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ മീൻസ് ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിക്ക് ഒക്കെ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ പബ്ലിക്കേഷൻസ് ഉണ്ട്, JCI പബ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇതിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് അവരുടെ. അതുപോലെ നല്ല നല്ല മെഡിക്കൽ ഫാക്കൽറ്റിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഡ്വൈസറി സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അന്താരാഷ്ട്ര അംഗീകാരം, സർട്ടിഫിക്കേഷൻ ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബലി, അതായത് ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. JCI is the world's largest health care accreditor. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, അതൊരു പോയിന്റ് ആണ്. നമ്മളിപ്പോ NABH പഠിച്ചു, NABL പഠിച്ചു, ACHSI പഠിച്ചു, JCI പറഞ്ഞപ്പോ JCI ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റർ കേട്ടോ. എല്ലാവരും അക്രഡിറ്റേഴ്സ് ആണ്, അക്രഡിറ്റിംഗ് ബോർഡ്സുകളാണ്. അതിനകത്ത് ഏറ്റവും വലിയ അക്രഡിറ്റർ എന്ന് പറയുന്നത് ഏതാണ്? JCI ആണ് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. JCI is the world's largest health care accreditor. Okay. നോക്കൂ, സിൻസ് 1994 each hospital that has tried JCI's gold seal of approval has done
so as part of a constant performance improvement journey. അത് പറയുന്ന വേറൊന്നുമല്ല, അതായത് ഈ പറയുന്ന JCIയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ലഭിച്ച ഓരോ ആശുപത്രികളും ഇന്ന് മെച്ചപ്പെടലിന്റെ പാതയിലാണ്. അതായത് ഏറ്റവും നല്ല ഇംപ്രൂവ്മെന്റ് കാഴ്ചവെക്കുന്ന, ഏറ്റവും നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലുകളാണ് എന്നാണ് പറയുന്നത്. കാര്യം JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസ് കേട്ടോ. അപ്പോളോ ഹോസ്പിറ്റൽ കൊൽക്കത്ത, അഹമ്മദാബാദ്, ചെന്നൈ, പിന്നെ ബോംബെയിലൊക്കെ പ്രവർത്തിക്കുന്ന അപ്പോളോ ഹോസ്പിറ്റലുകൾക്കൊക്കെ JCI അക്രഡിറ്റേഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും ടോപ്പ് നിലവാരത്തിൽ നമ്മുടെ ഈ ജയലളിതയ്ക്കൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തത് അപ്പോളോ ഹോസ്പിറ്റലിലെ ഭയങ്കര ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. പ്രത്യേകിച്ച് അപ്പോളോ ഹോസ്പിറ്റൽസ് നമ്മുടെ അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത, ബോംബെയിലൊക്കെ ഉള്ള ഇതിലൊക്കെ JCI അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ എന്താണ്? അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. ഓക്കെ, അടുത്തത് നാബ് ആണ് കേട്ടോ. നാബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നാബ് ആണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നത് നാബ് ആണ്. നാബ് എന്താണെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നോക്കുക, അവിടെയും പോയിന്റുകൾ കിടപ്പുണ്ട്. The NAB standards are modernized every 4 years and now the hospital puts into effect 5th edition standards April 2020. അതായത് നമ്മുടെ നാബ് സ്റ്റാൻഡേർഡ്സ്, നാബ് ആണല്ലോ മാനദണ്ഡങ്ങൾ ഇറക്കുന്നത്. അപ്പൊ ഈ നാബിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നവീകരിക്കുന്നുണ്ട്. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നാബിന്റെ അക്രഡിറ്റേഷൻ അല്ല, നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് നാബ് ആണ് കേട്ടോ. NABH നാബ് ആണ്. അപ്പൊ ആ ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നവീകരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നും പണ്ടത്തെ ലോ വെച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അല്ലെ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ നിലവിൽ പ്രാബല്യത്തിലുള്ളത് നാബിന്റെ 5th എഡിഷൻ ആണ് കേട്ടോ. 5ാമത്തെ എഡിഷൻ ആണ്. അതാണ് പറഞ്ഞത് April 2020. 2020 ഏപ്രിലിൽ തൊട്ട് നിലവിൽ ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് ഏത് സ്റ്റാൻഡേർഡ് ആണ്? 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. അതിൽ ഓരോ 4 വർഷം കൂടുമ്പോഴും നവീകരിക്കുന്നുണ്ട്, അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ പ്രാബല്യത്തിലുള്ളത് 5th എഡിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ പറയുന്നു, NAB standards focus on the patient safety and quality of the delivery of services by the hospital in a changing healthcare environment. നമുക്കറിയാം അല്ലെ, കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു പരിതസ്ഥിതിയിൽ എന്താണ് ക്വാളിറ്റി കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു ബോർഡാണ് കേട്ടോ NABH എന്ന് പറയുന്നത്. നാബ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നോക്കൂ, NAB is given by an autonomous body established by the government of India known as QCI. അറിഞ്ഞിരിക്കണം കേട്ടോ, നമ്മുടെ ഗവൺമെന്റിന്റെ QCI ട്ടോ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴില് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് കേട്ടോ NABH എന്ന് പറയുന്നത്. NABH എന്ന് പറയുന്നത് പക്ക ഗവൺമെന്റ് സ്ഥാപനം നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് കേട്ടോ. സ്വയം ഭരണ അധികാരമുള്ള ഒരു എന്താ പറയുക ബോർഡാണ് NABH എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത് കേട്ടോ NABH. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് അവിടെ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാബ് എന്ന് പറയുന്നത് അതിന്റെ ക്രൈറ്റീരിയകൾ ഓരോ 4 വർഷം കൂടുമ്പോഴും അതിന്റെ മാനദണ്ഡങ്ങൾ നവീകരിച്ചുകൊണ്ടിരിക്കും കേട്ടോ, മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കും. നിലവിൽ ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് 5ാമത്തെ എഡിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ മാറുന്ന പരിതസ്ഥിതിയിൽ, പ്രത്യേകിച്ച് മാറുന്ന ഹെൽത്ത് കെയർ എൻവയോൺമെന്റിനകത്ത് പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി കെയർ ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വയം ഭരണ ഓട്ടോണോമസ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, മതി മതി. നമ്മുടെ പോലെ ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ അൺമ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. 12:30 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നീട് വായിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. പ്രത്യേകം പറയാണ്.
ക്ലിയർ ആണോ? ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ, ശരി കേട്ടോ. ശരി എന്നാ നമുക്ക് നെക്സ്റ്റ് മൺഡേ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.